ദേവിക്ക് മാറാൻ പറ്റാത്ത വേഷം നന്ദുവിന്റെ ഭാര്യ പദവി. അതുകൊണ്ട് തന്നെ നന്ദുവിന്റെ സ്വപ്നങ്ങൾക്ക് ഒരു തടസ്സമായിട്ട് ഞാൻ നിൽക്കാൻ പാടില്ല. മോളെ, നന്ദന്റെ അറിവില്ലായ്മ കൊണ്ട് ചില എടുത്തുചാട്ടങ്ങൾ കാണിച്ചുപോയി. അമ്മേ, എന്നേക്കുമായി ഇറങ്ങുന്ന ദിവസം തർക്കിച്ചിട്ടോ ബഹളം വെച്ചിട്ടോ ഇറങ്ങാൻ എനിക്ക് ആഗ്രഹമില്ല. നന്ദു ചെയ്തത് അറിവില്ലായ്മയാണെങ്കിൽ ആ അറിവില്ലായ്മ എനിക്ക് അംഗീകരിക്കാൻ വയ്യ അമ്മേ. വിവാഹം ചെയ്ത ഭാര്യ വീട്ടിലിരിക്കുമ്പോ മറ്റൊരു പെണ്ണുമായ ഒരു റിസോർട്ടിൽ ഒരു മുറിയിൽ കഴിയുന്നതിനെ അറിവില്ലായ്മ എന്നാണോ എല്ലാ സ്ഥലത്തും പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും ഞാനിതിനെ അറിവില്ലായ്മയായിട്ടല്ല കരുതുന്നേ. നന്ദുവിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാനും പൊരുത്തപ്പെടാനും എനിക്കിനി കഴിയില്ല. നന്ദുവിന്റെ ജീവിതം എന്റെ ചുറ്റുമായി ചുരുക്കാനും പാടില്ല. അതങ്ങ് പാറി പറന്ന് നടക്കട്ടെ. പിന്നെ മാം, ഞാനിവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് വാർത്തയാവാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. എന്റെ വീട്ടില് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നിട്ട് പോയതാണെന്നൊക്കെയുള്ള രീതിയിലേ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി. നന്ദു, മ്യൂച്വൽ ഡിവേഴ്സ് ആണെങ്കിൽ വലിയ കോളുകളൊക്കെ ഒന്നും ഉണ്ടാവാതെ അവസാനിപ്പിക്കാം. ഒരു തർക്കത്തിലേക്കോ കുഴപ്പങ്ങളിലേക്കോ കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ വൈകാതെ തന്നെ ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കാം. നന്ദുവിനും വക്കീലിനെ വെക്കാലോ. വക്കീലന്മാര് തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. ഈ ചന്ദ്രോത്ത് എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്നു കയറുമ്പോ കരുതിയത് ഇനി ഇവിടുന്ന് ഇറങ്ങുന്നത് അവസാനത്തെ ഇറക്കത്തിനായിരിക്കുന്ന. പ്രായമായി മരിച്ച് വെള്ളം മൂടിയുള്ള ഇറക്കം. പക്ഷേ മനസ്സുകളുടെ അടുപ്പമല്ലേ വീടിനെ വീടാക്കുന്നത്. ആ അടുപ്പമില്ലെങ്കിൽ വീടൊരു കോൺക്രീറ്റ് കെട്ടിടം മാത്രം അല്ലേ അമ്മേ? സാധാരണ നല്ല കാര്യങ്ങൾക്ക് സമയം നോക്കുന്നേ. ഞാനിവിടെ നിറങ്ങുന്നത് നന്ദുവിനെ സംബന്ധിച്ച് നല്ല കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ രാഹുകാലത്തിന് മുൻപ് ഇറങ്ങാം. അച്ഛാ, ഞാൻ നേരെ പോകുന്നത് രാധാകൃഷ്ണ മിനിസ്റ്ററെ കാണാനാ. ഫയല് മിനിസ്റ്ററെ ഏൽപ്പിച്ചിട്ടേ ഞാൻ വീട്ടിലേക്ക് പോവും. ശരി അച്ഛാ, ഞാൻ ഇറങ്ങാം. ഞാൻ വിളിക്കാം.